സുഗന്ധഗിരി വനംകൊള്ളയിൽ വയനാട് ഡിഎഫ്ഒയ്ക്കെതിരെ നടപടി. ഷജ്ന കരീമിനെ കാസർഗോഡ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററായി സ്ഥലം മാറ്റി. ഡിഎഫ്ഒയ്ക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് കണ്ടെത്തൽ. സസ്പെൻഷൻ പിൻവലിച്ചത് വിവാദമായതിന് പിന്നാലെയാണ് വനം വകുപ്പിന്റെ നടപടി. TV പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, നേരത്തെ സസ്പെൻഡ് ചെയ്തതാണ് ഡിഎഫ്ഒയെ, എന്നാൽ അത് പിൻവലിച്ച് ഇപ്പോൾ അതൊരു സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? വിനീത, വിവാദമായ വയനാട്ടിലെ സുഗന്ധഗിരി മരമുറി കേസിൽ ഒടുവിൽ ഒരു നടപടി വന്നിരിക്കുന്നു. സൗത്ത് വയനാട് DFO ഷജ്ന കരീമിനെയാണ് കാസർകോട്ടേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു: സുഗന്ധഗിരി മരമുറി കേസ് സംബന്ധിച്ച് APCCF നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം വയനാട് സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീമതി ഷജ്നയുടെ ഭാഗത്തു നിന്നും ആവശ്യമായ ഫീൽഡ് പരിശോധന ഉണ്ടാകാതിരുന്നതും കേസ് രജിസ്റ്റർ ചെയ്ത ശേഷവും ജാഗ്രതയോടെ പ്രവർത്തിക്കാതിരുന്നതും മൂലം അനധികൃതമായി മുറിച്ച കുറ്റികൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതും അതുകൊണ്ട് തന്നെ കുറ്റവാളികൾക്ക് തുടർന്നും തടി കടത്തിക്കൊണ്ടുപോകാൻ സാഹചര്യമുണ്ടായതായും ഈ റിപ്പോർട്ട് കണ്ടെത്തിയിരുന്നു. അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ കാസർഗോഡേക്ക് ഷജ്ന കരീമിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ജീവനും സ്വത്തിനും ഭീഷണിയായ 20 മരങ്ങൾ മുറിക്കേണ്ട മറവിലാണ് 107 മരങ്ങൾ സുഗന്ധഗിരിയിൽ നിന്നും മുറിച്ചു കടത്തിയത്. ഇങ്ങനെ മുറിച്ചു കടത്തിയതിന് ശേഷം ഷജ്ന കരീമിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി അന്വേഷണ റിപ്പോർട്ടിലും പറഞ്ഞിരുന്നു. പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കുന്ന ഒരു വിചിത്രമായ സംഭവവും വനം വകുപ്പിൽ നടന്നു എന്നുള്ളതാണ് ഈ കേസിനെ ശ്രദ്ധേയമാക്കിയത്. നേരത്തെ മറ്റ് പല ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുമ്പോൾ സമയത്ത് അവർക്ക് കിട്ടാത്ത ഇളവും ആനുകൂല്യങ്ങളുമാണ് ഷജ്ന കരീമിന് കിട്ടിയത്. അത് വലിയ വാർത്തയായിരുന്നു, വിവാദമായിരുന്നു. ഒടുവിലാണ് സർക്കാർ നടപടി ഷജ്ന കരീമിനെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട്. വിനീത.